എല്ലാ വേദനകളും നമുക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടോ? വ്യത്യസ്തമായ പല അബദ്ധങ്ങൾ നമുക്ക് ദിവസേന പറ്റാറുണ്ട്. അതിൽ ചിലതൊക്കെ പിന്നീട് ചിന്തിക്കുമ്പോൾ അല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറ്റില്ലായിരുന്നു എന്ന് ചിന്തിച്ചു പോകും. ഇന്ന് അങ്ങനെ ആളുകൾക്ക് അബദ്ധം കാരണം പറ്റാറുള്ള കുറച്ച് കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇതിൽ പല അബദ്ധങ്ങളും നിങ്ങൾക്കും പറ്റാറുള്ളതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്പർ 17, കാലിലെ കുഞ്ഞൻ. കുഞ്ഞിക്കൂനൻ. അതെ, നമുക്കെല്ലാവർക്കും ഉണ്ടാകും. കാലുകളിലെ ഈ കുഞ്ഞി വിരൽ ഓർഡർ വെച്ച് നോക്കുമ്പോൾ ഇവനെ ഏറ്റവും അവസാനമാണ് നിർത്തിയിരിക്കുന്നതെങ്കിലും ഇവൻ നിസാരക്കാരനല്ല. ചില സമയങ്ങളിൽ നമ്മളെ ഇവൻ അങ്ങ് സ്വർഗം കാണിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വർഗമല്ല കേട്ടോ. അവസാനം നിർത്തിയതിന്റെ കലി തീർക്കാനാകും മനസമാധാനമായി ഏതേലും വഴി എന്തേലും ആലോചിച്ച് നടക്കുമ്പോഴാകും ഇവൻ അടുത്തുള്ള ഏതെങ്കിലും സാധനത്തിൽ കേറി അങ്ങ് ചുംബിക്കുന്നത്. ദേ കണ്ടില്ലേ, ഇവൻ ഈ കസേരയുടെ കാലിനോടും ചുമരിന്റെ അറ്റത്തോടും ഒക്കെ അടങ്ങാത്ത ആക്രാന്തമാണ്. ഇവന്റെ ചുംബനം കൊണ്ട് നമ്മളെ ഒരു ഗായകൻ പോലും ആക്കാറുണ്ട് ഇവനിടയ്ക്ക്. ദേ ഇയാള് പാട്ടുകാരനായതുപോലെ. നമ്പർ 16, ബിസ്ക്കറ്റ് ചതി. വിശ്വസിച്ച് കൂടെ നിർത്തുന്നവർ അപ്രതീക്ഷിതമായി നിങ്ങളെ വിട്ടു പോയാലോ? ബ്രേക്കപ്പ് ആയവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകും. എന്നാൽ അതിനേക്കാൾ മനസ്സിലാകുന്നത് ചായയിൽ ബിസ്ക്കറ്റ് മുക്കി തിന്നുന്നവർക്കാകും. ആശിച്ച് മോഹിച്ച് വായ്ക്കുള്ളിൽ നാക്കിനോട് ഇഴകിച്ചേരാൻ കൊതിച്ച് ഒടുവിൽ ചൂടുള്ള ചായയിൽ അപ്രതീക്ഷിതമായി താഴ്ന്നുപോയ പൊട്ടിയ ബിസ്ക്കറ്റ് ഭാഗത്തേക്കാൾ വലിയ ബ്രേക്കപ്പ് ഒന്നും ആർക്കും ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. അല്ലെങ്കിലും ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കാറില്ല, അല്ലേ? ചിലർക്ക് ശരിയാകും, ചിലർക്ക് ചായയിൽ പോകും. നമ്പർ 15, വള്ളി പോയ പോക്ക്. വള്ളി നിക്കറിട്ട് നടന്ന കാലം മറന്നോ ഗൈസ്? ചിലരൊക്കെ ഇപ്പോഴും ഇടാറുണ്ടല്ലേ? ഓ, നിങ്ങളതിനെ സ്റ്റൈലാക്കി ബോക്സർ എന്നൊക്കെ വിളിച്ചാലും പാവപ്പെട്ടവനിട്ടാൽ സുരാജേട്ടൻ പറഞ്ഞ പോലെ വള്ളി നിക്കർ തന്നെയാ. അങ്ങനെ അത്യാവശ്യമായി എവിടെയെങ്കിലും പോകാൻ ഇത് വലിച്ചു കെട്ടുമ്പോഴാകുമല്ലേ ഈ വള്ളി ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുന്നത്. പിന്നെ എന്തൊരു തൊല്ലയാ! ഓ, വല്ലാത്ത അവസ്ഥ തന്നെയല്ലേ. നമ്പർ 14, ദിശ പോയ പോപ്പർ. പലതരം ആഘോഷങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഭാവി പണയം വെച്ച് ഒരു ആഘോഷം ഇപ്പോഴാണ് കാണുന്നത്. പാർട്ടി പോപ്പർ പൊട്ടിക്കാൻ നോക്കിയ സമയത്ത് പൊട്ടാതെ പ്ലിങ് ആയ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? സാധാരണയായി അതൊക്കെയാണ് നടക്കാറ്. എന്നാൽ ഇയാളുടെ ടൈമിംഗ് കറക്റ്റ് ആയിരുന്നു. ശ്രദ്ധിച്ച് തിരിച്ചു പൊട്ടിക്കുകയും ചെയ്തു. പക്ഷെ മുകളിലോട്ട് പൊട്ടുന്നതിന് പകരം താഴോട്ടാണ് പൊട്ടിയതെന്ന് മാത്രം. പോപ്പർ മാത്രമേ പൊട്ടിയുള്ളോ എന്ന് അയാൾക്കും ദൈവത്തിനും മാത്രം അറിയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇതുപോലത്തെ ദിശ തെറ്റിയ അനുഭവം? നമ്പർ 13, പോരാളികളുടെ പോരാട്ടം. കഴിക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞു പോയാലും എരി കൂടി പോയാലും വരെ നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും. എന്നാൽ ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഒരു മുടിവായിൽ കുരുങ്ങിയാലോ? ആ മൂഡ് തന്നെ അങ്ങ് പോയി ആഹാരം വെറുക്കാൻ തുടങ്ങും, അല്ലേ? ഒരു ഹോട്ടലിലാണെങ്കിൽ നമുക്ക് വഴക്കുണ്ടാക്കാം എന്ന് കരുതി അമ്മയുണ്ടാക്കിയ ആഹാരത്തിനെയാണ് നമ്മൾ കുറ്റം പറയാൻ ചെല്ലുന്നതെങ്കിൽ പോരാളിയുടെ കൈയിന്റെ ചൂട് നമ്മൾ ശരിക്കും അറിയും. എന്നാൽ സ്വന്തം മുടിയാണെങ്കിലോ? പിന്നെ ആരെ പഴിക്കും? ഗേൾസ്, നിങ്ങൾക്കിങ്ങനെ പറ്റാറുണ്ടോ? നമ്പർ 12, വിരൽ സ്നാപ്പ്. ദേ ഈ വിരലുകൾ ഇങ്ങനെ വായ്ക്കകത്ത് വെച്ച് സ്നാപ്പ് എടുക്കുന്നത് കണ്ടോ? സ്നാപ്ചാറ്റ് പോലെ എളുപ്പമല്ല. കാണാൻ സിമ്പിൾ ആണെങ്കിലും നല്ല വേദന എടുക്കും കേട്ടോ. ഇപ്പോ ഭൂരിപക്ഷം പേരും വിരൽ വായിൽ കുത്തിക്കെറ്റുന്ന തിരക്കിലാകും. അല്ലേലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്തു നോക്കുന്നതാണല്ലോ നമ്മുടെ ശീലം. അപ്പോൾ ചെയ്തു നോക്കാൻ ശ്രമിച്ച പോരാളികളോട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്താൽ വേദന കുറയും. ഇനി നിങ്ങളുടെ ഇഷ്ടം. നമ്പർ 11, സെല്ലോ ടേപ്പ് ചതിച്ചാശാനെ. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണൌട്ടായി പോകേണ്ട അവസ്ഥയേക്കാൾ ഫ്രസ്ട്രേറ്റിംഗ് ആകും ചില സമയത്ത് ഇതുപോലെ അത്യാവശ്യമായി സെല്ലോ ടേപ്പ് ഒട്ടിക്കാൻ നോക്കുമ്പോൾ അതിന്റെ അറ്റം കണ്ടുപിടിക്കാൻ പെടുന്ന പാട്. എന്നാൽ കണ്ടുപിടിച്ചതിന് ശേഷം പാതിയിൽ വെച്ച് മുറിഞ്ഞു പോകുന്നത് അതിലും ദുഷ്കരമാണല്ലേ. സീരിയസ് ആയ എന്തെങ്കിലും ജോലി വളരെ സാഹസികമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാകും ഇത് സംഭവിക്കുന്നത്. അപ്പോൾ തോന്നുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, എന്റെ പൊന്നു ഗായ്സ്. ഓ സോറി, ഞാൻ അല്പം സീരിയസ് ആയി പോയി. അത് വിട്ടേക്ക്. നമ്പർ 10, ജിമ്മന്മാരുടെ ശ്രദ്ധയ്ക്ക്. നിങ്ങളിൽ എത്ര പേർ ജിമ്മിൽ പോകാറുണ്ട്? കുടവയറൊക്കെ കുറയ്ക്കണമെങ്കിൽ ജിമ്മിൽ പോകുന്നത് അത്യാവശ്യമാണ് കേട്ടോ. നിരവധി ഭാരമേറിയ വസ്തുക്കൾ കൊണ്ട് കളിക്കുന്ന നിരവധി ജിമ്മന്മാരെ നമുക്കവിടെ കാണാൻ കഴിയും. ഈ വെയിറ്റ് എടുക്കാനുള്ള ആവേശത്തിൽ ഇത്തരം ഉപകരണങ്ങളുടെ ഇടയിൽ കൈപ്പെട്ടുപോയ ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? എത്ര വലിയ ജിമ്മനാണെങ്കിലും ഇങ്ങനെ പറ്റിയാലൊന്ന് കരഞ്ഞു പോകും. നമ്പർ 9, ഒരു പിൻകളി. വളരെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇത്തരം കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് പാടുപെടേണ്ടി വരുമല്ലേ. നിങ്ങൾക്ക് ഈ ടേബിളിൽ കിടക്കുന്ന നീഡിൽ എളുപ്പത്തിലെടുക്കാൻ കഴിയാറുണ്ടോ? മടിയന്മാർക്ക് കൊടുക്കാൻ പറ്റിയ കിടിലം പണി തന്നെയാണിത്. കുറച്ചു നേരം അവരെ ആക്റ്റീവ് ആക്കാൻ നല്ലതാ ഇങ്ങനെയുള്ള ചലഞ്ച് കൊടുക്കുന്നത്. പിന്നെ ഈ പിൻ പോലുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള കളികളാകുമ്പോൾ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. നമ്പർ 8, ലെഗ് ചാർജർ. ഓ നോ, ഇത് കണ്ടോ ഗൈസ്? ഇവിടെ ഒരുത്തൻ ചാർജർ കാലിക്കുത്തി കയറ്റി വെച്ചേക്കുന്നത് കണ്ടിട്ട് തന്നെ എന്തോ പോലല്ലേ.
കയ്യിലൊരു മുള്ളു കൊള്ളുമ്പോൾ തന്നെയുള്ള വേദന നമുക്കറിയാം. അപ്പോ ഇതൊക്കെ എങ്ങനെയാകും ഇവര് സഹിക്കുക? ഇതിനി വലിച്ചൂരുമ്പോഴുള്ള അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. ചെരുപ്പിടാതെ അശ്രദ്ധമായി നടക്കുന്നവർ നടക്കുന്ന സ്ഥലം കൂടി ഒന്ന് നോക്കി നടന്നാൽ പണി കിട്ടാതെ രക്ഷപ്പെടാം. അല്ലെങ്കിൽ കണ്ടില്ലേ, പ്ലഗ് പോയിന്റിൽ കുത്തേണ്ട ചാർജറൊക്കെ കാലി കുത്തിക്കയറ്റി നടക്കേണ്ടി വരും. നമ്പർ 7. ബട്ട് വൈ? ഷെടാ, ഒരു പിടിയും കിട്ടണില്ല. എന്താ ഇയാൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ആ എക്സസൈസ് സ്വിംഗ് ആട്ടി കാലിൽ അടി വാങ്ങി കൂട്ടുന്നതെന്ന്? ഇനി അതവന്റെ കാലല്ലേ? എന്തായാലും എത്ര കൊണ്ടിട്ടും പാഠം പഠിക്കാതെ പിന്നെയും കൊട്ട് എരന്ന് വാങ്ങിയിട്ട് ഇങ്ങനെ പല്ലിളിച്ച് കാട്ടാൻ അവനെ കൊണ്ടേ പറ്റൂ. എന്തിനാണത് ചെയ്യുന്നതെന്ന് അവന് പോലും ഒരു ബോധമില്ല. ഇവന്റെ കാലിനല്ല തലക്കിട്ടാണ് അടി കൊടുക്കേണ്ടതെന്ന അഭിപ്രായമുള്ളവർ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ. ഈ മനുഷ്യൻ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരുന്നു. 1, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെക്കുന്നത് നമ്മൾ തന്നെയാണ്. 2, എത്ര വേദനയുണ്ടെങ്കിലും അത് പുറത്ത് കാട്ടാതിരിക്കുക. പിന്നെ അർത്ഥം കൊടുത്തത് ഈ അർത്ഥമില്ലാത്തവൻ എന്തെങ്കിലും ഒരു അർത്ഥം കിട്ടട്ടെ എന്നോർത്താണ്. ആ മനസ്സിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമ്പർ 6. എന്നാലും എന്റെ നഖം. പെൺകുട്ടികൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആറ്റുനോറ്റ് വളർത്തിയ നീളമുള്ള നഖങ്ങൾ ഒരു സുപ്രഭാതത്തിൽ പാതിക്ക് വെച്ചൊടിഞ്ഞു പോയാലുള്ള അവസ്ഥ കഷ്ടം തന്നെയല്ലേ? ചിന്തിക്കാൻ കൂടി വയ്യ. ഇത് കണ്ടോ, ചില സമയത്ത് ഈ നഖങ്ങൾ പുറകോട്ട് വളഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ഇതിപ്പോ ഫേക്ക് നെയിൽസ് ആണെങ്കിലും ഒരല്പം പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ യഥാർത്ഥ നഖങ്ങൾ മടങ്ങിയാൽ എന്താകുമല്ലേ അവസ്ഥ? നഖങ്ങൾ വളർത്തി നിങ്ങളെ മാന്തി സുഖം കണ്ടെത്തുന്ന ചേച്ചിമാർക്കും അനിയത്തിമാർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കൂ ഗൈസ്. നമ്പർ 5. പല്ല് സേഫാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെയുള്ള അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പല്ലിൽ കമ്പിയിട്ടവർക്ക് അവരുടെ ലിസ്റ്റിൽ പേടിക്കാനായുള്ള ഒരു കാരണം കൂടിയായി. എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കൂ? പല്ലിൽ കമ്പിയിട്ട് നടക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയാം. ഇനി അതിന്റെ കൂടെ ഇങ്ങനൊരു ഇടി കിട്ടിയാൽ പല്ല് കൂടി പൊട്ടുന്നത് ആലോചിച്ച് നോക്കിയേ. ഒന്നാമത്തെ ട്രാജഡി, അതിന്റെ മണ്ടയ്ക്ക് അടുത്തതുകൂടെ. നമ്പർ 4. പണി വരുന്ന വഴി. തുറന്നിട്ട വാതിലുകളും ജനാലകളും ഒക്കെ അടച്ചിടുന്നത് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ തലക്കടി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ 2 പ്ലാസ്റ്ററും തലയിൽ വെച്ച് ഒട്ടിക്കാനുള്ള ചാൻസും കിട്ടും. കുനിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മുകളിൽ ഒരു ജനലുണ്ടെന്ന ചിന്തയിൽ നിവരുക. അല്ലെങ്കിൽ കിട്ടും. അത് കിട്ടിയവർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നമ്പർ 3. നോ മോർ ക്ലീനിങ്. കുളിപ്പിച്ചങ്ങ് ഇല്ലാണ്ടാക്കി എന്ന് വേണേൽ പറയാം. ഒന്ന് വൃത്തിയാക്കാൻ ഏൽപ്പിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പെയിന്റ് വരെ എങ്കിൽ മാറ്റി തന്നു. അത്രയ്ക്ക് ആത്മാർത്ഥമായി പോയി. പൈസ മുടക്കി ആ കാർ വാങ്ങിയവന്റെ അവസ്ഥ എന്താണെന്ന് കണ്ടറിയാം. ഇതിനിടയ്ക്ക് നമ്മുടെ കൈ അബദ്ധത്തിൽ പെട്ടുപോയാലുള്ള അവസ്ഥയൊന്ന് ചിന്തിച്ചേ. മിക്കവാറും അപ്പുറത്ത് ഗീതയുടെ പറമ്പിൽ നിന്നും പെറുക്കി കൊണ്ടുവരേണ്ടി വരും. കാര്യം അത്രയ്ക്ക് പ്രഷറിലല്ലേ ആ വെള്ളം പുറത്തേക്ക് വരുന്നത്. ഇത് കണ്ടപ്പോ കാശ് കൊടുത്ത് കാറ് വാങ്ങിയവന്റെ നെഞ്ച് തകർന്നു കാണും. നമ്പർ 2. ചാട്ടക്കാരൻ. കണ്ടാൽ ഒരു സാധാരണ മുൾച്ചെടി അല്ലേ? പക്ഷേ ഭീകരനാണിവൻ. പ്രതീക്ഷിക്കാത്ത നേരം ചാടിക്കുത്തും, കട്ടപ്പയെ പോലെ. പിന്നെ ഇവനെ വലിച്ചൂരിയെടുക്കാനേ പറ്റുള്ളൂ. അതും വലിച്ചൂരുന്ന ആളുടെ കയ്യിൽ കൂടി ഇതിന്റെ കുത്തു കിട്ടും. കാണുന്നത് പോലെ വലിയ സുഖമൊന്നും കാണില്ല ഇതിന്റെ കുത്തു കിട്ടിയാൽ. ഇവന്റെ പേരാണ് ജമ്പിംഗ് ചോല. ഒരു സൂചി കൊണ്ടാൽ തന്നെ നല്ല വേദനയാകും. അപ്പോ ഇത്രയ്ക്കും മുള്ളുള്ള ചെടി നമ്മളെ ചാടിക്കുത്തിയാലോ? അതും ഊരിയെടുക്കാമെന്ന് കരുതിയാൽ ഈ മുള്ളെല്ലാം കൂടെ നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കും. നമ്പർ 1. ഒരു വാക്സിംഗ് അപാരത. ചലഞ്ചായിട്ടൊക്കെ പലരും ഇത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും അല്ലേ? ദേഹത്തുള്ള കുഞ്ഞു രോമങ്ങൾ പറിച്ചെടുക്കുന്നതിനാണ് ഇത്തരം വാക്സുകൾ ഉപയോഗിക്കാറ്. കുഞ്ഞു രോമങ്ങൾ ഒരുമിച്ച് പറിക്കുമ്പോൾ തന്നെ എന്ത് വേദന എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അപ്പോഴാണ് ഇയാളുടെ ശരീരം മുഴുവനായി വാക്സ് ചെയ്യാൻ വെച്ചേക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ അല്ലേ? വെറുതെ ഇരിക്കുമ്പോൾ ചലഞ്ച് തന്ന് ബുദ്ധിമുട്ടിക്കുന്ന കൂട്ടുകാർക്ക് ഈ ചലഞ്ച് കൂടി ഒന്ന് കൊടുത്തു നോക്കൂ. ഈ വേദന അനുഭവിച്ചവരും ഇതുവരെ ത്രെഡ് പോലും ചെയ്യാത്തവരെ അറിയാമെങ്കിൽ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. കാരണം എനിക്കും ഇതുപോലെയൊക്കെ പറ്റാറുള്ളതാണ്. ഇനി തൊട്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം അംബാനെ എന്ന് പറഞ്ഞാലും അംബാൻ ഇത് ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ പോലും വിചാരിക്കാത്ത സമയത്താണ് നടക്കാറുള്ളത് അല്ലേ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. See you soon.